Welcome to Shida's Talk. Hello everyone. Today I am going to help you to study 6th Standard English Unit 3, The Rightful Inheritors of the Earth, written by Vaikkam Muhammed Basheer. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഭൂമിയുടെ അവകാശികൾ അല്ല, അതിൻ്റെ ട്രാൻസ്ലേഷനാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്ന സ്റ്റോറി. അതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ്, please like and share with your dear and near ones. Okay, let us start our interesting story. The rightful inheritors of the earth. What's the meaning of that? The rightful inheritors of the earth. ഭൂമിയുടെ ശരിയായ അവകാശികൾ അല്ലേ, ഭൂമിയുടെ അവകാശികൾ. Already I told you it is one of the well-known story of വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. മുഹമ്മദ് ബഷീറിൻ്റെ അറിയപ്പെടുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഭൂമിയുടെ അവകാശികൾ, The rightful inheritors of the earth. Before starting the story, let us read a small line there above the name. അവിടെ കാണുന്നുണ്ടല്ലോ, ആ പേരിന് മുകളിലായിട്ട് ഒരു ചെറിയ കുറച്ച് വരികൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. Everyone is talented and has something to contribute to the society. Man is always in the company of animals, birds, insects, and often shares his thoughts, concerns, doubts, and frustration with them. Let's read and enjoy a short story of Vaikkam Muhammed Basheer. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? Everyone is talented and has something to contribute to the society. അല്ലേ, സൊസൈറ്റിക്ക്, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭാവന ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലേ എല്ലാവരും നൽകുന്നുണ്ട്. എല്ലാവർക്കും ദൈവം എന്ത് നൽകിയിട്ടുണ്ട്? അവരുടേതായ ടാലൻറ്റുകൾ, കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതുവഴി എല്ലാവരും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി അവരവരുടേതായ സംഭാവനകൾ ചെയ്യുന്നുണ്ട് അല്ലേ, അവരവർക്ക് കഴിയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാൻ ഈസ് ഓൾവേസ് ഇൻ ദ കമ്പനി ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ഓഫൺ ഷെയർസ് ഹിസ് തോട്ട്, കൺസേൺസ്, ഡൗട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻ വിത്ത് ദം അല്ലേ. മാൻ മീൻസ് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. മനുഷ്യർ ഓൾവേസ് എപ്പോഴും ആരുമായിട്ട് കമ്പനിയാണ്? ആനിമൽസ്, മൃഗങ്ങൾ, പക്ഷികൾ, ഇൻസെക്ട്സ് അല്ലേ, ഇതൊക്കെയായിട്ട് മനുഷ്യരെപ്പോഴും നല്ല കമ്പനിയാണ് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആയിട്ട്. അതൊക്കെ ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്. ആൻഡ് ഓഫൺ ഷെയർസ് ഹിസ് തോട്ട്സ്. ചിലപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ചിന്തകളെയും അവരുടെ സംശയങ്ങളുടെയും അവരുടെ മടുപ്പുകളെയൊക്കെ ഇവരുമായിട്ട്, ഈ പറഞ്ഞ ആനിമൽസും ബേർഡ്സും ഇൻസെക്ട്സ് ഒക്കെ ആയിട്ട് ഇവർ ഷെയർ ചെയ്യാറുണ്ട്. ആര്? ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ അല്ലേ. അപ്പോൾ ലെറ്റ് us read and enjoy a short story by വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ ഈ സ്റ്റോറിയിൽ പറയുന്നത്. നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. When I became the owner of a tiny little piece of this wide earth, I felt very happy. അപ്പോൾ when I became the owner of a tiny little piece of this wide earth, വിശാലമായ ഈ ഭൂമിയിൽ ചെറിയൊരു ഭാഗത്തിൻ്റെ ഓണറാവാൻ എനിക്ക് പറ്റിയതിൽ, അവകാശിയാവാൻ എനിക്ക് പറ്റിയതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ ഓദർ അല്ലേ, നമ്മുടെ ഓദർ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയൊരു ഭൂമി അല്ലേ വാങ്ങിയിട്ടുണ്ട്. It was 2 acre plot with coconut palms and an old house where we could live. അപ്പോൾ ആ വാങ്ങിയ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത്? 2 ഏക്കർ പ്ലോട്ടാണ്.
അതിൽ തെങ്ങും തോപ്പുണ്ട്, കോക്കനട്ട് പാംസ് ഉണ്ട്. ആൻഡ് ആൻ ഓൾഡ് ഹൗസ് വേർ വി കുഡ് ലീവ്, നമുക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു പഴയൊരു വീടും ഈ 2 ഏക്കർ പ്ലോട്ടിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഓദർ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ഭൂമിയിൽ, വിശാലമായ ഭൂമിയിൽ ഈ ഒരു ചെറിയ പാർട്ടിന് ഓണറാവാൻ കഴിഞ്ഞതിൽ ആര് വളരെയധികം ഹാപ്പിയാണ്? നമ്മുടെ ഓദർ വളരെയധികം ഹാപ്പിയാണ്. Those were the days when the price of coconut was going up and I was in high spirit at the thought of the palms laden with coconuts. അപ്പോൾ ഈ ഭൂമി വാങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞു അല്ലേ, അവിടെ എന്തുണ്ട്, നല്ല തെങ്ങും തോപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തേങ്ങയ്ക്ക് അല്ലെ, കോക്കനട്ടിന് നല്ല വില ഉയർന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ് അറ്റ് ദ തോട്ട് ഓഫ് ദ പാംസ് ലാഡൻ വിത്ത് കോക്കനട്ട്. അതുകൊണ്ട് തന്നെ ഈ ഓദറുടെ തോട്ടത്തിലുണ്ടായിരുന്ന തേങ്ങാക്കുലകൾ നോക്കി ഓദർ എന്ത് ചെയ്തു? അങ്ങേയറ്റം ഉത്സാഹം കൊണ്ടു അല്ലേ, അങ്ങേയറ്റം എന്തൂസിയാസ്റ്റിക്കായി ഓദർ. കാരണം നല്ല തേങ്ങാക്കുലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓദർക്ക് എന്ത് കിട്ടും? തേങ്ങക്ക് നല്ല റേറ്റും കൂടിയ സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. Then came the trespassers. അപ്പോൾ ആ സമയത്താണ് ആരങ്ങോട്ടേക്ക് കടന്നു വന്നത്? Trespassers. What's the meaning of trespassers? Trespassers means അതിക്രമിച്ച് കിടക്കുന്നവർ അല്ലേ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, നമ്മുടെ സമ്മതം ഇല്ലാതെ കടന്നു വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെസ്പാസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്ലോട്ടിലേക്ക്, ലാൻഡിലേക്ക് അതിക്രമിച്ച് കടന്നു വന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. They did not care about the fence we had put up at the boundary. Moreover, they did not seem to be at all afraid of my watchdog Shan. They did not seem to care for anyone in the world, not even the government. അപ്പോൾ ഈ അതിക്രമിച്ച് കടന്നവർ ചില്ലറക്കാരല്ല അല്ലേ, അവർ അവിടെ ഇരുന്ന ആ ഒരു ഫെൻസിനെ കൊണ്ട് ബൗണ്ടറി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതവർക്ക് കെയർ ആയിരുന്നില്ല, അതവർക്കൊരു തടസ്സമേ ആയിരുന്നില്ല. കൂടാതെയോ, മോറോവർ ദേ ഡിഡ് നോട്ട് സീം ടു ബി അറ്റ് ഓൾ അഫ്രൈഡ് ഓഫ് മൈ വാച്ച് ഡോഗ് ഷാൻ. അവർ എല്ലാവരും പേടിക്കുന്ന ഒരു കാവൽക്കാരനായ നായയുണ്ട്, ഷാൻ എന്നുള്ള പേരുള്ള. അപ്പോൾ അതിനെയും അവർക്ക് മൈൻഡില്ലായിരുന്നു. ദേ ഡിഡ് നോട്ട് സീം ടു കെയർ ഫോർ എനി വൺ ഇൻ ദ വേൾഡ്, നോട്ട് ഈവൻ ദ ഗവൺമെൻറ്. അവർക്ക് ഈ ലോകത്ത് ആരെയും തന്നെ മൈൻഡില്ല, ആരെയും കെയറില്ല, ആരെയും പേടിയില്ല. ഗവൺമെൻറ്റിനെ പോലും അവർക്ക് എന്തില്ല, പേടിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്തത്? അതിക്രമിച്ച് കടന്നത്. നമ്മളെല്ലാം എവിടെയെങ്കിലും ഇപ്പം ഒരു സൈൻ ബോർഡ് അല്ലേ, അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നൊക്കെ കണ്ടാൽ നമ്മൾ കടക്കുമോ? ഇല്ല. എവിടെയെങ്കിലും ഒരു ബൗണ്ടറി കെട്ടിയ സ്ഥലത്ത് പെർമിഷൻ ഇല്ലാതെ നമ്മൾ കയറുമോ? ഇല്ല. അപ്പം ഈ അതിക്രമിച്ച് കടന്നവർ, ഈ ട്രെസ്പാസേഴ്സ് ആരൊക്കെയാണ് നോക്കാം. The first arrivals were birds and butterflies. അപ്പം ഇവിടെ ഈ ട്രെസ്പാസേഴ്സ് ആരാണ്? ഫസ്റ്റ് വന്നത് ബേർഡ്സ്, പിന്നെ ബട്ടർഫ്ലൈസ്. A wide variety of birds and so many butterflies. പല തരത്തിലുള്ള പക്ഷികളും ഒരുപാട് ബട്ടർഫ്ലൈസും അല്ലേ, ചിത്രശലഭങ്ങളും. Perched on the boughs, the birds chirped on and on. അല്ലേ, ബോസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി. ഈ കുറ്റിച്ചെടിക്ക് മുകളിലേക്ക് കൂടിയൊക്കെ ഈ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? തുള്ളി അങ്ങനെ നടക്കുന്നുണ്ട്. അവരെ സൗണ്ടൊക്കെ ഉണ്ടാക്കി അവരങ്ങനെ അങ്ങ് നടക്കുകയാണ്. The butterflies fluttered around in the courtyard, flashing their colors in the sunlight. ബട്ടർഫ്ലൈസോ അവരുടെ പല നിറത്തിലുള്ള ആ ചിറക്, ഫ്ലറ്റേർഡ് മീൻസ് ചിറകിട്ടടിക്കുക അല്ല, അവർ ചിറകിട്ടടിച്ച് ആ കോർട്ട്യാർഡ് മുഴുവൻ ചുറ്റുകയാണ്. Then came the crows. ഇവർ രണ്ടാൾക്കും ശേഷം പിന്നെ അങ്ങോട്ടേക്ക് വന്നത് ആരാണ്? കാക്കകളാണ്. Their raucous cawing was unbearable than the racket of other birds. അപ്പോൾ ബേർഡ്സിൻ്റെ ഒക്കെ കലവില പിന്നെയും കുഴപ്പമില്ലായിരുന്നു അല്ലേ. അതേസമയം നമ്മുടെ കാക്കകളുടെ പരുക്കമായ ശബ്ദം, the raucous cawing was unbearable. കാക്കകളുടെ പരുക്കം ശബ്ദം സഹിക്കാൻ പറ്റാത്തതായിരുന്നു ബേർഡ്സിൻ്റെ ആ കലപില ശബ്ദത്തെക്കാൾ അല്ലേ. ബേർഡ്സിൻ്റെ കലപില ശബ്ദം പിന്നെയും നമുക്ക് സഹിക്കാൻ പറ്റും, ഈ കാക്കയുടെ ശബ്ദം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ബട്ട് the worst was that they missed no chance
to swoop down on our hens and chicks. അവരുടെ സൗണ്ട് പിന്നെയും വിചാരിക്കാം, കാക്കകളെ കുറിച്ചാണ് പറയുന്നത്. അതിനേക്കാൾ ഭയങ്കരമായി ഏറ്റവും മോശമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, തരം കിട്ടിയാൽ, ചാൻസ് കിട്ടിയാൽ ഈ കാക്കകൾ എന്ത് ചെയ്യുന്നു? പറന്ന് താഴേക്ക് വന്നിട്ട് ഹെൻസിനെയും, അതായത് കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തിക്കൊണ്ടുവന്നു. അതാണ് ഏറ്റവും മോശമായിട്ട് ബഷീറിന് കാക്കകളെ കുറിച്ച് തോന്നിയത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് ടു അറൈവ് വെയർ ദ ഹോക്സ്, ബേർഡ്സ് ദാറ്റ് perched on our coconut palms. അടുത്തത് പിന്നെ വന്നത് ഏതാണ് അവിടെ? ബേർഡ്സ്, ബട്ടർഫ്ലൈ, അത് കഴിഞ്ഞിട്ട് വന്നത് ക്രോസ് അല്ലേ. ക്രോസിന് ശേഷം പിന്നെ അവിടെ ഹോക്ക് ബേർഡ്സ്. ഹോക്ക് ബേർഡ്സ് മീൻസ് നമ്മൾ കഴുകൻ, പരുന്ത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതും വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കോക്കനട്ട് പാംസിൽ അല്ലേ, ആ തെങ്ങിൻ തോപ്പിൽ വന്നിരിക്കാൻ വേണ്ടി തുടങ്ങി. However, while they sat in higher planes, their aims were just as low down in the dust. അപ്പോൾ ഈ ഹോക്സിനെ കുറിച്ച് പറയാണ്, അത് വളരെ ഹൈ ആയിട്ട് പറക്കുമെങ്കിലും അതിൻ്റെ എയിം, ലക്ഷ്യം എപ്പോഴും എന്താണ്? താഴെ ഭൂമിയോട് തൊട്ട് കിടക്കുന്ന ഡസ്റ്റ്, മണ്ണിലേക്കാണ്, പൊടിയിലേക്കാണ് അതിൻ്റെ നോട്ടം. അതായത് എത്ര ഹൈയിൽ പറന്നു കഴിഞ്ഞാലും അതിന് അത്രയും താഴെയുള്ള കാഴ്ചകൾ അതിന് കാണാൻ പറ്റും. The hawks and the crows had the same agenda while they watched and waited. അപ്പോൾ ഈ ക്രോസിനെ പോലെ തന്നെ അതേ സെയിം അജണ്ട തന്നെയാണ് ആർക്കുള്ളത്? ഈ ഹോക്സിനുള്ളത്. എന്താണത്? തരം കിട്ടിയാൽ താഴേക്ക് വന്ന് കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചിക്കൊണ്ട് പോവുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പേജിൽ പറയുന്നത്. അപ്പോൾ ഈ പേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസറും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ടേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, ലുക്ക് അറ്റ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ ഓഥർ ഫീൽ ഹാപ്പി? എന്തുകൊണ്ടാണ് ഓഥർക്ക് സന്തോഷം തോന്നിയത്? The author felt happy because he had become the owner of a tiny little piece of this wide earth. അല്ലേ, വിശാലമായി കിടക്കുന്ന നമ്മുടെ ഈ ഭൂമിയിൽ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ അവകാശിയാകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഓഥർ ഹാപ്പി ആയത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്. ഹൂ വെയർ ദ ട്രെസ്പാസേഴ്സ്? അല്ലേ, അതിക്രമിച്ച് കുറച്ച് പേർ വന്നു എന്ന് പറഞ്ഞു. ആരായിരുന്നു ആ അതിക്രമിച്ച് വന്നവർ? ദ ബേർഡ്സ്, ബട്ടർഫ്ലൈ, ക്രോസ് ആൻഡ് ദ ഹോക്സ് വെയർ ദ ട്രെസ്പാസേഴ്സ്. ഇവരൊക്കെയായിരുന്നു അതിക്രമിച്ച് വന്നവർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ഓഥർ കോൾ ദ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ട്രെസ്പാസേഴ്സ്? എന്തുകൊണ്ടാണ് ഓഥർ ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയൊക്കെ ട്രെസ്പാസേഴ്സ് എന്ന് വിളിച്ചത്? Answer. The author called the birds and butterflies trespassers because, in spite of the fence and watchdog, they flew into the author's property without his permission. അല്ലേ, അവിടെ വാച്ച് ഡോഗ് ഉണ്ട്, സംരക്ഷണത്തിന് കാവൽക്കാരനായ നായയുണ്ട്, പിന്നെ ഫെൻസും ഉണ്ട്, വേലി കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അതിക്രമിച്ചിട്ടാണ് ഇവർ വന്നത്. കൂടാതെയോ, they did not seem to care for anyone in the world, not even in the government. അവർ ഭൂമിയിലെ ഒന്നിനെയും തന്നെ അവർ കെയർ ചെയ്യുന്നില്ല. നമ്മുടെ ഗവൺമെൻറ്റിനെ പോലും അവർക്ക് മൈൻഡില്ല എന്ന അർത്ഥത്തിലാണ് ഇവരെ ട്രെസ്പാസേഴ്സ് എന്ന രീതിയിൽ ഓഥർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം അല്ലേ. Nor were they alone. There were mongooses in the bamboo thicket and there were foxes in the shrubs close by, ready to pounce on the hens. അപ്പോൾ ഈ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും റാഞ്ചാൻ കാക്കകളും ഈ പറയുന്ന ഹോക്സും മാത്രമല്ല അല്ലേ, പരുന്തവും മാത്രമല്ല, പിന്നെയും വേറെ ആരും അവിടെ ഉണ്ട്. ആരാണത്? There were mongooses in the bamboo thicket. മംഗൂസസ്, കീരികൾ അല്ലേ. എവിടെയുള്ളത്? ബാംബു തിക്കറ്റ്. ബാംബു തിക്കറ്റ് മീൻസ് മുളങ്കാട് അല്ലേ, മുളക്കൂട്ടം. ബാംബു എന്ന് പറഞ്ഞാൽ മുള അല്ലേ. ആ മുളക്കൂട്ടത്തിലുള്ള മംഗൂസസ്, കീരികൾ. പിന്നെയോ, ആൻഡ് there were foxes in the shrubs close by, ready to pounce on the hens. പിന്നെ എന്തുണ്ട് അവിടെ? കുറ്റിക്കാട്ടിൽ ഫോക്സ് ഉണ്ട്, കുറുക്കനുണ്ട്. അതും എന്ത് ചെയ്യും? തരം കിട്ടിയാൽ വന്നിട്ട് ഈ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും റാഞ്ചിക്കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകും. ഓക്കെ, ദെൻ there were rats. പിന്നെ അവിടെ വേറെ എന്തുണ്ട്?
റാറ്റ്സ് ഉണ്ട്, എലികളുണ്ട്. റാറ്റ്സ് ഓഫ് കോഴ്സ് വെർ ഫൗണ്ട് എവരിവെയർ. അത് പിന്നെ എല്ലായിടത്തും കാണുന്നത് തന്നെയാണ് അല്ലേ. റാറ്റ്സ് പൊതുവെ എല്ലായിടത്തും കാണുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഓതറും പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഈവൻ ആസ് ഐ വണ്ടേർഡ് what right all these creatures had to be on my land, there arrived a fierce creature without paws or wings, a cobra. അപ്പോൾ ഇതിനേക്കാളുപരി ഇത്രയും സാധനങ്ങൾ അവിടെ വന്നു അല്ലേ. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഓതർക്ക് അതിശയമായി പോയ സാധനം, അതിശയമായത് എന്താ, ഈ ക്രിയേച്ചറിനേക്കാളൊക്കെയുള്ള വേറൊരു ഫിയേഴ്സ് ക്രിയേച്ചർ. ഫിയേഴ്സ് ക്രിയേച്ചർ മീൻസ് ഭയങ്കരമായ ഒരു ജീവി അവിടേക്ക് വന്നു അല്ലെ, ഒരു സൃഷ്ടി അവിടേക്ക് വന്നു. അതിനെന്തില്ല, പോസ് ഓർ വിങ്സ്, അതായത് കാൽപ്പത്തി, നമ്മൾ മൃഗങ്ങളുടെയൊക്കെ ആ കാൽപ്പത്തി ഇല്ലേ, അതിനാണ് പോസ് എന്ന് പറയാം. അപ്പം അതിന് പോസും ഇല്ല, വിങ്സ് ചിറകും ഇല്ല, അതൊന്നും ഇല്ലാത്തൊരു സാധനം അങ്ങോട്ട് വന്നു. എന്താണത്? അതിവിടെ ഓതർ പറയുന്നുണ്ട്. എന്താണ്? എ കോബ്ര. കോബ്ര എല്ലാവർക്കും അറിയാം അല്ലേ, മൂർഖം പാമ്പ്. അപ്പോൾ ഈ കോബ്രയാണ് അങ്ങോട്ടേക്ക് വന്നത്. It stood before me, dignified, majestic, its hood spread out. അപ്പോൾ അത് മുന്നിൽ വന്നിട്ട് ഡിഗ്നിഫൈഡ്, അതിൻ്റെ അന്തസ്സിലും, മെജസ്റ്റിക് മീൻസ് രാജകീയമായ പ്രൗഢി അല്ലേ, രാജകീയമായ പ്രൗഢിയോട് കൂടി അതതിൻ്റെ ഹുഡ് അല്ലേ, ഹുഡ് നിട്ട്. ഹുഡ് മീൻസ് എന്താ? അതിൻ്റെ പത്തി അല്ലേ, മൂർഖം പാമ്പിൻ്റെ ഫണം, പത്തി എന്നൊക്കെ നമ്മൾ പറയും. അത് വിടർത്തി അങ്ങനെ നിന്നു. It hissed as if asking me what business I had on this land. Didn't it know that I was the new owner? അപ്പോൾ ഇവിടെ നമ്മുടെ ഓതർ പറയാണ്, ഇറ്റ് ഹിസ്റ്റ് ആസ് ഇഫ് ആസ്കിങ് മീ, അത് ചീറ്റുന്ന എന്തോ ഒന്ന് ചോദിക്കുന്നത് പോലെ. എന്താ ചോദിക്കുന്നത്? വാട്ട് ബിസിനസ് ഐ ഹാഡ് ഓൺ ദിസ് ലാൻഡ്, ഈ ഭൂമിയിൽ നിനക്കെന്ത് കാര്യം എന്ന് ആ കോബ്ര നമ്മുടെ ഓതറോട് ചോദിക്കുന്ന രീതിയിൽ അത് എന്നെ നോക്കി ചീറ്റുന്നു എന്നാണ് ഇവിടെ നമ്മുടെ ഓതർ പറയുന്നത്. അപ്പം അതിനുള്ള മറുപടിയും ഓതർ തന്നെ എന്നിട്ട് പറയാണ്, ഡിഡ്ന്റ് ഇറ്റ് നോ ദാറ്റ് ഐ വാസ് ദ ന്യൂ ഓണർ. ഒരുപക്ഷെ അതിന് അറിയില്ലായിരിക്കുമോ ഞാനാണ് ഈ ഭൂമിയുടെ പുതിയ ഓണറെന്ന്, പുതിയ അവകാശിയെന്ന്? ഒരുപക്ഷെ ഈ കോബ്രക്ക് അറിയില്ലായിരിക്കുമോ എന്ന് ഓതർ തന്നെത്താനെ ചോദിക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. You had better leave my 2-acre land at once, I said. But then where could it go? Hadn't the whole earth been taken over by man bit by bit? അപ്പോൾ ഇവിടെ പറയാണ് ഓതർ കോബ്രയോട് എന്തു പറഞ്ഞു? യു ഹാഡ് ബെറ്റർ ലീവ് മൈ 2-acre land at once. നീ ഇപ്പം തന്നെ എൻ്റെ 2 ഏക്കർ ഈ പ്ലോട്ട് വിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഐ സെഡ്. ബട്ട് ദെൻ വേർ കുഡ് ഇറ്റ് ഗോ? അപ്പോൾ ഓതർ അത് പറഞ്ഞതിന് ശേഷം സ്വയം ചോദിക്കുകയാണ്, അതിനെവിടേക്കാണ് പോവാൻ കഴിയുക? ഹാഡ് ഇൻ ദ ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്. ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും കുറച്ച് കുറച്ചായിട്ട് ആരുടെ കയ്യിലാണുള്ളത്? മനുഷ്യന്മാരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാ സ്ഥലത്തിനും അതാതിൻ്റെ ഓണേഴ്സ് ഉണ്ടാവും. പിന്നെ എവിടേക്കാണ് ഈ കോബ്ര പോകേണ്ടതെന്ന് നമ്മുടെ ഓതർ സ്വയം ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്തുണ്ട്? ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം. ഓക്കെ, 4th question. Which words are used by the author to describe the cobra? കോബ്രയെ വിവരിക്കാൻ വേണ്ടി എന്തൊക്കെ വേർഡ്സ് ആയിരുന്നു ഓതർ യൂസ് ചെയ്തത്? ഫിയേഴ്സ് ക്രിയേച്ചർ വിത്തൗട്ട് പോസ് ഓർ വിങ്സ് അല്ലേ, കാൽപ്പത്തികളും ചിറകളൊന്നും ഇല്ലാത്ത ഭയങ്കരമായൊരു ജീവി. പിന്നെയോ ഇറ്റ് സ്റ്റുഡ് ബിഫോർ ദ ഓതർ ഡിഗ്നിഫൈഡ് മജസ്റ്റിക് ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട് അല്ലേ, രാജകീയമായ ഒരു പ്രൗഢിയോടെ ഒരു അന്തസ്സോടു കൂടിയാണ് അത് നമ്മുടെ ഓതറിൻ്റെ മുമ്പിൽ പത്തി വിടർത്തി നിന്നത്. 5th question. But where could it go? Why didn't the cobra go to some other place? അല്ലേ, നമ്മുടെ കോബ്രയുടെ ആ കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഓതർ എവിടെയാണ് അതിന് പോകാൻ കഴിയുക എന്ന് അല്ലേ. ഓതർ എൻ്റെ സ്ഥലത്ത് നിന്നും പോകണമെന്ന് പറഞ്ഞപ്പം ഓതർ തന്നെ അതിനുള്ള ആൻസറും പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് അതിന് പോകാൻ കഴിയുക. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് കോബ്രക്ക് മറ്റെവിടെയും പോകാൻ കഴിയാത്തത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? ദ കോബ്ര കുഡ് നോട്ട് ഗോ ടു സം അതർ പ്ലേസ് ബിക്കോസ് ദ ഹോൾ എർത്ത് ഹാഡ് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്. അതായത് നമ്മുടെ ലോകം മുഴുവനും കുറച്ച് കുറച്ചായിട്ട് ഓരോ മനുഷ്യരുടെയും കൈകളിലാണ്. അതുകൊണ്ടാണ്
ബഷീർ പറയുന്നത് അതിന് പോകാൻ മറ്റൊരു സ്ഥലമില്ല എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് ഈ പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. മൈ വൈഫ് സെഡ് ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൻഡ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഓദറുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ വന്ന് പറയാണ്, ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൻഡ്. ജാക്ക് ഫ്രൂട്ട് മീൻസ് ചക്ക ചക്ക എന്ത് ചെയ്തിട്ടുണ്ട്? പഴുത്തിട്ടുണ്ട്. സ്ക്യൂറൽസ് ആൻഡ് ക്രോസ് ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. എന്നിട്ട് അത് പഴുത്തിട്ട് ആര് കഴിക്കുകയാണ്? സ്ക്യൂറൽസ്, അണ്ണാനും കാക്കകളൊക്കെ കഴിക്കുകയാണ്. ദ ഗോസ് ആൻഡ് മാംഗോസ്, ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ്. പേരക്കയും മാങ്ങയൊക്കെ ആര് കഴിക്കുകയാണ്? പക്ഷികളും ബാറ്റ് മീൻസ് വവ്വാൽ കടവാതിൽ എന്നൊക്കെ പറയും. വവ്വാലും ഒക്കെ കഴിക്കുകയാണ്. ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, ഐ റിപ്ലൈഡ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഭാര്യയോട് എന്ത് മറുപടി പറഞ്ഞു? അതാണ് അതിൻ്റെ ഭംഗി ഈ പ്രകൃതിയിൽ കാണുന്ന പഴങ്ങളൊക്കെ മൃഗങ്ങൾ, ആനിമൽസും പക്ഷികളും അവരും കൂടെ കഴിക്കുകയാണ് അതിൻ്റെ ഭംഗിയെന്ന് ആര് പറഞ്ഞു? വൈക്കം മുഹമ്മദ് ബഷീർ ഭാര്യയോട് പറഞ്ഞു. അതായത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ, ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവർക്കും കൂടെ കഴിക്കാനുള്ളതാണ് എന്നാണ് പറഞ്ഞു വന്നത്. God has created variety of things in this universe: fruits, edible roots, grass, grain, flowers, water, air, warmth and light. എന്നിട്ട് ഭാര്യയോട് പറയാണ്, ഗോഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടുന്നതാണ് എന്തൊക്കെ? ഈ ഫ്രൂട്ട്സ്, പഴങ്ങളും, എഡിബിളായിട്ടുള്ള തിന്നാൻ പറ്റുന്ന വേരുകളും. തിന്നാൻ പറ്റുന്ന വേരുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ തിന്നാൻ പറ്റുന്ന വേരുകൾ? കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെയാണ് ഈ തിന്നാൻ പറ്റുന്ന വേരുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മധുരക്കിഴങ്ങ്, പിന്നെ അതുപോലെയുള്ള വസ്തുക്കളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ തിന്നാൻ പറ്റുന്ന വേരുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഭൂമിക്കടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ. പിന്നെയോ ഗ്രാസ്, പലതരത്തിലുള്ള പുല്ലുകൾ ഗ്രെയിന്, ധാന്യങ്ങൾ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത്, ലൈറ്റ്, ഇതൊക്കെ എന്താണ്? ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാവർക്കുമായിട്ട്. നൗ while we are the owner of this land, without a doubt the birds, beasts, reptiles and insects too have a right to these things just as we have. അപ്പോൾ ഇവിടെ പറയാണ്, ഈ ഭൂമിയിൽ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് മാത്രമല്ല? മനുഷ്യന് മാത്രമല്ല. ദൈവം സൃഷ്ടിച്ച ഈ പറയപ്പെടുന്ന പക്ഷികൾക്കായാലും ബീസ്റ്റ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ് എല്ലാറ്റിനും ഇഴഞ്ഞു പോകുന്നവയ്ക്കും പ്രാണികൾക്കും അങ്ങനെ എല്ലാറ്റിനും എന്തിലും അവകാശമുണ്ട്? ഈ കാണുന്ന സസ്യങ്ങളിൽ ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് അവകാശമുണ്ട്. നമുക്കുള്ളതുപോലെ തന്നെ, അതായത് മനുഷ്യരായ നമുക്കുള്ളതുപോലെ തന്നെ മറ്റു പക്ഷിമൃഗാദികൾക്കും ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനും അവകാശമുണ്ട്. Then God has made them for all the creatures and we had better remember that occasionally. അപ്പോൾ പറയാണ്, എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യം നമ്മളും ഓർക്കണം ഗോഡ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം വല്ലപ്പോഴെങ്കിലും നമ്മളും എന്ത് ചെയ്യണം? ഓർക്കണം എന്നാണ് ഭാര്യയോട് ബഷീർ പറയുന്നത്. അപ്പം ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ഫലങ്ങളൊന്നും പക്ഷിമൃഗാദികൾ കൊത്തി തിന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? മൈ വൈഫ് ആസ്ക്ഡ്. അപ്പോൾ ചോദിക്കുകയാണ്, പറഞ്ഞു വരുന്നത് എലികൾക്കും ഇതിനൊക്കെ അവകാശമുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് വൈഫ് ബഷീറിനോട് ചോദിച്ചു. They don't seem to think we humans have any. They go about as though the earth belongs to them. ഓക്കെ, അപ്പോൾ വൈഫ് എന്താണ് പറയുന്നത്? ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? അപ്പോൾ ചോദിക്കുകയാണ്, എലികൾക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങളുണ്ടോ അവകാശങ്ങൾ ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? വൈഫ് ചോദിച്ചു. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. അപ്പോൾ വൈഫിൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് അവർ ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് ഒരു അവകാശവും ഇല്ല, ഒന്നുമില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാണ് പറയുന്നത്? ബഷീറിൻ്റെ വൈഫ്. They go about as though the earth belongs to them. അപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാ? ഈ എർത്ത് എന്ന് പറയുന്നത് അവർക്ക് മാത്രം ഉള്ളതാണ് എന്ന രീതിയിലാണ്
അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ബഷീറിൻ്റെ വൈഫ്, നമ്മുടെ ഓദറുടെ വൈഫ് പറയുന്നത്. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ കൊന്നുകളയണം. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. അല്ലേ? അപ്പം നമ്മുടെ നമ്മളെ ശല്യം ചെയ്യുന്നതിനാൽ ഈ റാറ്റിനെയൊക്കെ കൊന്നു കളയണമെന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ് എന്നാണ് ബഷീർ പറയുന്നത്. നമ്മളെ ശല്യം ചെയ്യാതിരിക്കാനായി, അതായത് നമ്മളെ ശല്യം ചെയ്യുന്നു എന്ന് കണ്ട ജീവികളൊക്കെ നമ്മൾ കൊന്നെടുക്കുന്നു അല്ലേ? അത് എത്ര സങ്കടകരമാണ് എന്നാണ് ബഷീർ ഇവിടെ പറയുന്നത്. What we need is a new scientific way of living. A new way that helps us to live without killing any living creature. അപ്പോൾ ഇവിടെ ബഷീർ പറയാണ്, നമുക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ന്യൂ സയൻറ്റിഫിക് വേ വേണം ജീവിതത്തിന്, അല്ലേ? ഒരു സയൻറ്റിഫിക് ശാസ്ത്രീയമായ, അതായത് ശരിയായ രീതിയിലുള്ള ഒരു പുതിയ ജീവിത രീതി നമുക്ക് വേണം. അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? എ ന്യൂ വേ ദാറ്റ്, അതായത് ആ പുതിയ വഴി എങ്ങനെയുള്ളതായിരിക്കണം? നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? ഹെൽപ്പ് us to live without killing any living creature. ജീവനുള്ള ഓരോ വസ്തുക്കളെയും കൊല്ലാതെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി നമ്മുടെ ജീവിതത്തിന് വേണമെന്നാണ് ആര് പറയുന്നത്? ബഷീർ പറയുന്നത്. എനിവേ, ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിങ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. അപ്പോൾ ബഷീർ പറയാം, എന്തൊക്കെയായാലും നമ്മളിപ്പോൾ ഇനി എങ്ങനെ ശല്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്കെന്തില്ല, ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ കൊല്ലുന്നതിന് യാതൊരു ഇഷ്ടമില്ല, യാതൊരു താല്പര്യവുമില്ല. റാറ്റിനെന്ന് മാത്രമല്ല, ഒന്നിനെയും കൊല്ലുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. While that was so, however, I had to do something soon about our coconuts. We needed them. അപ്പോൾ പറയാണ്, while that was so, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും, however, I had to do something soon about our coconuts. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും എൻ്റെ കോക്കനട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? എനിക്ക് എന്തെങ്കിലുമായിട്ട് ചെയ്യാനുണ്ട്. കാരണം എന്താ? ദേ ഫോംഡ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ഫുഡ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന്? ഈ കോക്കനട്ട് എന്ന് പറയുന്നത്. ബട്ട് വാട്ട് കുഡ് ഐ ഡു? ഐ വണ്ടേർഡ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അതായത് ഈ തെങ്ങിൽ വരുന്ന ചില പ്രാണികളൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് നമ്മുടെ തെങ്ങിന് നല്ല തേങ്ങ നമുക്ക് കിട്ടുന്നതിന് ഒരു വിലങ്ങ് തടിയാണ്. അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരം സംഭവങ്ങളൊക്കെ കൊല്ലാനുള്ള എന്തെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ? നമുക്ക് തെങ്ങിന് വരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ ആ ഒരു പ്രാണിയെ നശിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് പല മരുന്നുകളും യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ബഷീർ പറയുന്നത്, ഇതേപോലെ തെങ്ങിന് വരുന്ന അസുഖത്തിന് അത്തരം പ്രാണികളെ കൊല്ലാതിരിക്കാൻ ആർക്ക് കഴിയില്ല? ബഷീറിന് പറ്റില്ല. കാരണം അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കോക്കനട്ട്. കാരണം ആ തേങ്ങ വിറ്റ് കിട്ടുന്നത് ഇവർക്ക് ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാതിരിക്കാൻ ബഷീറിന് പറ്റുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബഷീർ ഇവിടെ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തേങ്ങ അല്ലേ, തെങ്ങിനെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ബഷീർ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ എടുക്കാം. ഇതിലുള്ള ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് വരും. അതുകൊണ്ട് നമുക്കിനി ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോറിയും ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് ചെയ്യാം. ഓക്കെ. Our 6th question. Why did God create a variety of things in this universe? അല്ലേ, എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചത് അല്ലേ? God created a variety of things in this universe like fruit, edible roots, grass, grain, water, etc. for the survival of all the creature. അല്ലേ, എല്ലാ സൃഷ്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗോഡ് പലതരത്തിലുള്ള സാധനങ്ങൾ മോള് പറഞ്ഞു അല്ലേ, എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണെന്ന്. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഗോഡ് എല്ലാ തരത്തിലുള്ള വസ്തുക്കളും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, ബേർഡ്സ്, ബീസ്റ്റ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ് ടു ഹാവ് എ റൈറ്റ് ടു ദീസ് തിങ്സ്. മനുഷ്യരെ പോലെ തന്നെ മറ്റു പക്ഷിമൃഗാദികൾക്കും ഇതിനൊക്കെ ഇവിടെ ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. Our 7th question.
വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ് അല്ലേ? ഓതർ എന്തുകൊണ്ടാണ് ഈ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്ങിനെ കുറിച്ച് ചിന്തിച്ചത് അല്ലേ? എന്താ ആൻസർ? ദ ഓതർ തോട്ട് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ് സോ ദാറ്റ് man would be able to live without killing any living creature. അപ്പോൾ നമ്മുടെ ഓതർ ഈ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം ആ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ശാസ്ത്രീയമായി ആ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള വസ്തുക്കളെയൊന്നും കൊല്ലാതെ തന്നെ ജീവിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഓതർ അത്തരത്തിൽ ചിന്തിച്ചത്. കാരണം ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ട് എന്ന രീതിയിലുള്ള എന്നൊരു വസ്തുത നമ്മളെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ശാസ്ത്രീയമായ ഒരു രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ മറ്റു വസ്തുക്കളെയൊന്നും മറ്റു ജീവജാലങ്ങളെയൊന്നും തന്നെ നമുക്ക് കൊല്ലേണ്ടി വരില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഓതറിവിടെ അത്തരമൊരു കാര്യം പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നിവിടെ ഇപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.